അപ്പോൾ എല്ലാവർക്കും ഫ്ലൈയിങ് ഫിഷിംഗ് തളികയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൈ നനയാതെ മീൻ പിടിക്കാമെന്ന് പണ്ട് കാരണവന്മാർ പറഞ്ഞ പോലെ എങ്ങനെ ഞണ്ടിനെ ഈസി ആയിട്ട് പിടിക്കാം. നമ്മളൊക്കെ ഡ്യൂട്ടിക്ക് പോകുന്ന ആൾക്കാരാണ്, രാവിലെ പോകും വൈകുന്നേരം വരും. അപ്പോൾ ഞണ്ടിനെ പിടിക്കാൻ പോകാൻ സമയം കിട്ടണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള കുറേ ആൾക്കാർക്കായി സിമ്പിളായിട്ടൊരു കൂടുണ്ടാക്കുക. ഇത് നമ്മുടെ പഴയൊരു ഞണ്ടിൻ്റെ യന്ത്രമാണ്. അപ്പോൾ അതിൻ്റെ കമ്പി നമ്മൾ എടുക്കുന്നത് ഇതുപോലെ PVC പൈപ്പ്, പിന്നെ കുറച്ച് തെങ്ങ് കെട്ടാൻ ഉപയോഗിക്കുന്ന കമ്പിയൊക്കെ എടുത്തുണ്ടാക്കി. ഇതാണ് നമ്മളെ ഡിസൈൻ. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ടിങ്ങിൽ വലിയ റിങ്ങും അതിൻ്റെ എൻഡിലേക്ക് പോകുമ്പോൾ ചെറിയ റിങ്ങുമായിട്ടുള്ള രീതിയിൽ ഒരു 3-4 റിങ് ഉണ്ടാക്കുക. PVC പൈപ്പ് ആകുമ്പോൾ വെയിറ്റും ഉണ്ടാവില്ല. പിന്നെ ഇതാണ് അതിൻ്റെ നെക്ക്, കഴുത്ത്. ഇതിലൂടെയാണ് ഞണ്ട് ഉള്ളിലേക്ക് കടക്കുക. എന്നുവെച്ചാൽ ഉള്ളിൽ നമ്മൾ കോഴിക്കോട്ടിൽ കാര്യങ്ങൾ വെക്കും. എന്നിട്ട് ഈ ഒരു ഹോൾസിനുള്ളിലൂടെ ഞണ്ട് അതിനുള്ളിലേക്ക് ചാടും. അപ്പോൾ ഇതിൻ്റെ ഹോൾസ് ഏകദേശം സെൻട്രലായിരിക്കും. തിരിച്ചൊരിക്കലും അതിലൂടെ അങ്ങോട്ട് കയറിപ്പോവില്ല. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ വെൽക്കം ടു ഫ്ലൈയിങ് ഫിഷിംഗ് തളിക. അപ്പോൾ നമ്മുടെ യന്ത്രം ഏകദേശം ഈ ലെവലിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ PVC പൈപ്പൊക്കെ നല്ലപോലെ റിങ്ങുമ്പിൽ കെട്ടി സെറ്റാക്കി നമ്മുടെ വല കൊണ്ട് കവർ ചെയ്യുക. ഇതിൻ്റെ മെയിൻ ഫസ്റ്റ് ഇതിൻ്റെ നെക്ക് ഉണ്ടാക്കണം. അതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള നമ്മുടെ ജോലി. എന്താ വെച്ച് കഴിഞ്ഞാൽ വല പുറത്തൊക്കെ കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നമുക്ക് നെക്കിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല. നെക്കിന് ഞാൻ സിമ്പിളായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കാറിൻ്റെ ടയറിനൊക്കെ ഉപയോഗിക്കുന്ന ടൈ ഉണ്ടല്ലോ, പ്ലാസ്റ്റിക്കിൻ്റെ. അപ്പോൾ അത് 2 കൈ കണക്ട് ചെയ്ത് വെച്ചിട്ട് ഒരു റിങ് പോലെ ഉണ്ടാക്കിയിട്ട് അതിന് 3 സൈഡിലേക്കും നമ്മൾ പ്ലാസ്റ്റിക് കയർ കൊണ്ട് കെട്ടും. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്ന രീതിയിൽ നമുക്ക് ചെയ്യാം. അതാണ് നമ്മൾ എപ്പോഴും ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ എത്രയും എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഗുഡ്. അപ്പം കഴുത്ത് റെഡിയായി. അതിലൂടെ ഇങ്ങനെ ഞണ്ട് വന്നിട്ട് ഇതിലിങ്ങനെ ചാടും. ഇതിനുള്ളിലാണ് കൊടുക്കും നമ്മൾ. അപ്പോൾ കോഴിക്കോടിലിട്ട് സെറ്റായ നമ്മളെ കൂട് ഈ വെള്ളത്തിലേക്ക് ഇടുകയാണ്. ഇപ്പോൾ വെള്ളം ഇറക്കാണ്. അപ്പോൾ എങ്ങട്ടാ നമ്മള് ബിലി പോണത്? എങ്ങട്ടാ പോണത്? പറയ്. അങ്ങനെ പറയാനല്ല, നമ്മൾ എന്തിനാ പോണേന്ന് വീഡിയോയിൽ പറയും. അങ്ങനല്ലടി, നമ്മൾ എന്തിനാ അങ്ങോട്ട് പോണത്? എന്തിനാ? ഉത്തരം പറയ്. എങ്ങട്ടാ പോണത്? അങ്ങനെ പറയ്. എങ്ങട്ടാ പോണേ ബിലി? എങ്ങട്ടാ പോണേ? ഞണ്ടിന് പിച്ചാണ്. അതിനെങ്കിലും കേറിയണോന്ന് മിസ്റ്റർ ആരവാണ് വലിക്കണേ. അവനൊന്ന് സഹായിച്ചു കൊടുക്കേണ്ടി വരും. പോരട്ടെ ഇങ്ങോട്ട്. എന്താണ് അരവേ? ഞാൻ സഹായിക്കാം. അതാ ഞണ്ട് പുറത്തേനിടാ. ആശേ, ഒരു ഞണ്ട് അതിന് പുറത്തുണ്ടേനി. ഉള്ളിക്ക് കേറാൻ വഴി മനസ്സിലാവാഞ്ഞിട്ടേ അല്ലേ? ഇപ്പെട്ടിട്ട് കാര്യമില്ല. ഈ പുറത്ത് നിക്കുന്നവന്മാരാണിത് നമ്മളത്. സാധനം പുറത്തായിരുന്നു ഇതിന്റെ.